നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ലോക തൊഴിലാളി ദിനത്തിലാണ് ഇത് ചിത്രീകരിക്കുന്നത്. വരുന്നത് 3-ാം തീയതി ആണെങ്കിലും 1-ാം തീയതി ചിത്രീകരിക്കുകയാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, 8 മണിക്കൂർ ജോലിക്കാദ്യം ഉയർത്തിയ മുദ്രാവാക്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മെയ് ദിനത്തെക്കുറിച്ച് ഒരുപാട് പറയാം. എന്നെ ഇന്ന് രാവിലെ അതിശയിപ്പിച്ചത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. അയാളൊരു മന്ത്രിയാണെന്നോ ഒരു മാടമ്പിയാണെന്നൊക്കെ ഇവിടെ ഒരുപാട് പേര് പറയും. ആ മനുഷ്യൻ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് മെയ് ദിന സന്ദേശം പറഞ്ഞ് കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് ആരോ അയച്ചു തന്നതാണ്. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അതൊരു ഗണേശന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇന്ന് 1-ാം തീയതി, 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ നേരമൊക്കെ ആകുമ്പോൾ കേരളം അടുത്ത 5 വർഷം ഭരിക്കുമെന്ന് നിശ്ചയിക്കപ്പെടുന്ന വോട്ടെണ്ണലാണ്. ഇത്തവണ KB ഗണേഷ് കുമാറിനെ ഞങ്ങൾ പത്തനാപുരത്ത് എടുത്ത് കിടത്തും എന്നൊക്കെ വീരവാദം അടിക്കുന്ന ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു മഹാനുണ്ടല്ലോ, ആ സന്ദീപ് വാര്യരുമായിട്ട് തന്തയ്ക്ക് വിളിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും, നിൻ്റെ അച്ഛൻ്റെ പേര് പറയണം, മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ വിളിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത്. ഗണേശനെ ഇത്തവണ എടുത്ത് കിടത്തും എന്നാണ് പറഞ്ഞത്. എവിടെ കിടത്തും എന്ന് എനിക്കറിയില്ല. എന്തായാലും ഗണേശൻ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ KSRTCയുടെ ബിസിനസ് ക്ലാസ് വോൾവോ ബസ് വരുമെന്ന് ഗണേശൻ പറഞ്ഞിരുന്നു. അയാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. KSRTCയുടെ ആദ്യ ബിസിനസ് ക്ലാസ് ബസ്. രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. ബിസിനസ് ക്ലാസ് സർവീസിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സീറ്റിലും ഇന്റർനെറ്റ് സൗകര്യമുള്ള സ്ക്രീനുകൾ, ഹെഡ്സെറ്റ്, ഫ്ലൈറ്റിലേതിന് തുല്യമായ സീറ്റുകൾ, വൈഫൈ കണക്ഷൻ, ഭക്ഷണം, ശുചിമുറി സൗകര്യം, ബസ് ഹോസ്റ്റസ് സേവനം തുടങ്ങിയ സൗകര്യങ്ങൾക്ക് പുറമെ ബസ് എവിടെ എത്തിയെന്നും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്നും അതത് സമയങ്ങളിൽ ബസ്സിലെ സ്ക്രീനിൽ തെളിയുന്നതാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും രാവിലെ 5:30 പുറപ്പെടുന്ന തരത്തിലാണ് ബിസിനസ് ക്ലാസ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ വൈകിട്ട് 5:30 സർവീസ് ലഭ്യമാണ്. നിലവിൽ എറണാകുളം വരെ ആരംഭിക്കുന്ന സർവീസ് വൈകാതെ തൃശൂർ വരെ ദീർഘിപ്പിക്കുന്നതിനായാണ് KSRTC ലക്ഷ്യമിടുന്നത്. ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. ട്രാവൽ കാർഡ് ഉപയോഗിച്ചും യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ ബസ് കാണുമ്പോൾ കൊതിയാവുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇനി എറണാകുളത്ത് പോകുമ്പോൾ ഈ ബസ്സിൽ ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഇതിൽ മാത്രമേ പോകും. ട്രെയിനിലും കയറില്ല, വേറെ ഒന്നിലും കയറില്ല, ഈ ബസ്സിലേ പോകും. എയർ ഹോസ്റ്റസിനെ പോലെ ബസ് ഹോസ്റ്റസ് ഒക്കെ ഉള്ള ടോയ്ലറ്റ് സംവിധാനം ബസ്സിനകത്ത് തന്നെ ഉള്ള, നമ്മൾ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ സർവ് ചെയ്യുന്ന, അല്പം പൈസ കൂടുതലായിരിക്കും എങ്കിലും സുഖമായിട്ട് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താമെങ്കിൽ ഞാൻ ആ ബസ്സിലേ പോകും. ട്രാൻസ്പോർട്ടിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഇനി മറ്റന്നാൾ വോട്ടെണ്ണുമ്പോൾ UDF ആവുകയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുകയും ഡീസലിന് കൊടുക്കാനുള്ള കോടികൾ കൊടുക്കാതിരിക്കുകയും ശമ്പളം കിട്ടുമ്പോൾ തരും എന്ന് പറയുകയും ചെയ്ത് ട്രാൻസ്പോർട്ടിനെ പൂട്ടിക്കുമോ എന്നാണ് എനിക്ക് പേടി. എന്നാലും എൻ്റെ മനസ്സ് പറയുന്നു, വീണ്ടും ഗണേഷ് കുമാർ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാകും. വീണ്ടും ഒരു 5 വർഷം കൂടി പിണറായി വിജയൻ ഭരിക്കുമെന്നാണ് എൻ്റെ ആശയവും ആഗ്രഹവും. എന്തായാലും മറ്റന്നാൾ എണ്ണട്ടെ അല്ലേ. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നു, ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ഗണേശനെ ഏൽക്കണം. ഒപ്പം വേറെ ഒന്നും തരണ്ട, സാംസ്കാരിക വകുപ്പിലെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും തരണ്ട, സിനിമ മാത്രം എന്നെ ഏൽപ്പിക്കണമെന്ന് ഗണേഷ് കുമാർ പറയണം. ഒപ്പം സിനിമാ സംഘടനകളെല്ലാം പിണറായി വിജയനോട് പറയണം അത് ഗണേഷ് കുമാറിനെ ഏൽപ്പിക്കണമെന്ന്. ട്രാൻസ്പോർട്ട് പോലെ തന്നെ സിനിമയും രക്ഷപ്പെടും. അതുകൊണ്ടാണ് നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രതീക്ഷയും നൽകാതെ തുടക്കം കുറിച്ച വാർത്താ ചാനലായിരുന്നു 24/7 മലയാളം.
ആകെ പറയാവുന്നത് തമിഴിലും തെലുങ്കിലും പുതുച്ചേരിയിലും ഒക്കെ ഉള്ള ഒരു ചാനൽ മലയാളവും തുടങ്ങി എന്ന് മാത്രം. അപ്പോൾ അവർക്ക് ആ സംസ്ഥാനങ്ങളിലെ ക്ലിപ്പിംഗ്സ് കൂടെ കിട്ടാം. മംഗളം അജിത്ത് എന്ന് വിളിക്കുന്ന അജിത് കുമാർ ആയിരുന്നു അതിൻ്റെ CEO. എങ്ങനെ ഇത്രയും ചാനൽ മത്സരങ്ങൾ നടക്കുന്നിടത്ത് മറ്റ് ചാനലുകളിലെല്ലാം സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിച്ച ഹർഷനും സനീഷും കൂടെയുണ്ട്, അല്ലെങ്കിൽ സുജയ പാർവതി വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷേ സുജയ ഉണ്ടായിരുന്നില്ലല്ലോ. ലക്ഷ്മി പത്മയാണ് മിടുക്കിയായ ആ പെൺകുട്ടിയും കുറേ കാലം ഇതിലുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറേ കാശെന്തോ ഓഫർ ചെയ്തപ്പോൾ അവർ ബിഗ് TV-യിലേക്ക് ചാടിപ്പോയി. അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ശ്രീകണ്ഠൻ നായരുടെ 24-നെയും ആൻഡ്രോയുടെ റിപ്പോർട്ടറിനെയും ഒക്കെ മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും കഴിയാത്തത്ര ഉയരത്തിലേക്ക് ആ ചാനലുകളൊക്കെ പോയപ്പോൾ വരുന്ന 24x7 എന്താവുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷ നൽകാതെ തുടങ്ങിയ 24/7 മലയാളം തികഞ്ഞ പ്രൊഫഷണലിസവും അട്ടഹാസമില്ലാത്ത വാർത്ത അല്ലെങ്കിൽ വർത്തമാനവും ഒക്കെ കൊണ്ട് വേഗം ശ്രദ്ധ നേടി. ഹരീഷും ഹർഷനും ഇടതുപക്ഷ സഹയാത്രികരായിട്ടും വാർത്തയിലെ പരമാവധി മിതത്വം പാലിച്ചു. ആ റിപ്പോർട്ടർ ചാനലിൽ ഒരു പെണ്ണുപിള്ള ഉണ്ടല്ലോ, ആ കൂതറെ പോലെ ഇവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനൊന്നും ഇവർ ശ്രമിച്ചില്ല. അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഇവർ സംസാരിച്ചിട്ടില്ല. പരസ്പരം കടിച്ചു കീറുന്ന ശൈലിയും ഈ ചാനലിലുണ്ടായിരുന്നില്ല. ചാനൽ വേഗം ശ്രദ്ധിക്കപ്പെട്ടതായി. അപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ ലക്ഷ്മി പത്മ എന്തിന് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയ 24/7 നിന്ന് ചാടി ബിഗ് TV-യിൽ പോയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു 10,000 20,000 അല്ലെങ്കിൽ പോട്ടെ 50,000 രൂപ ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ഈ ചാനലിൽ നിന്ന് ചാടാൻ പാടില്ലായിരുന്നു ആ കുട്ടി. വാർത്താ ചാനലുകൾ ഞങ്ങൾക്ക് അവശ്യം കൂടെ ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിലാണല്ലോ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള സകലമാന കണ്ടം കൂതറ യൂട്യൂബർമാരെ എല്ലാം കൂടെ കൂട്ടി ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്തു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, വേറെ ഒന്നുമില്ല, അതിനുവേണ്ടി മാത്രമായിട്ട്. 500 പേര് പോലും കാണാത്ത യൂട്യൂബർമാർക്കൊക്കെ എന്താ പറയുക, 500-1000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത ചാനൽ ഈ യൂട്യൂബർമാർക്ക് പോലും 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നൽകി കൂടെ നിർത്തി. ഇവിടുത്തെ UDF അറിയുന്നില്ല, ഇവിടുത്തെ LDF അറിയുന്നില്ല, വാർത്താ മാധ്യമങ്ങളിലൂടെ ഇവരെന്തെല്ലാം കളികളാണ് കളിക്കുന്നത്. 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ഒരു ചാനൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ചാനലായിരുന്നു. പക്ഷെ അവർക്ക് പെട്ടെന്ന് അസുഖമോ എന്തോ വന്ന കാരണം ആ 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഓർക്കുന്നു പോലുമില്ല ഇങ്ങനൊരു ചാനലിന് 1 ലക്ഷം രൂപ കൊടുത്തല്ലോ. അവരതും കൊണ്ടുപോയി. കാരണം കണക്കിപ്പെടാത്ത പൈസയല്ലേ ഈ വന്ന് ചാടുന്നത്. അപ്പോൾ റോഡിൽ തടഞ്ഞ് 50-60 കോടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ലേ BJP-യുടെ ഓഫീസിൽ വരുന്ന എത്ര കോടി, അത് ആരെല്ലാം എങ്ങനെയെല്ലാം കൊണ്ടുപോകുന്നു എന്ന് ആർക്കും അറിയില്ല. ഇപ്പം തന്നെ എന്നോട് ഉള്ളതോ കള്ളവോ എന്ന് എനിക്കറിയില്ല, ഈ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പാവത്താനെന്നാണ് എൻ്റെ ഒരാൾ പറഞ്ഞത്. അവരുടെ പാർട്ടിപ്പെട്ട ആളാണ്. ഞാൻ ചെയ്യാത്തത് സാറേ, അയാൾ എത്ര കോടി ഇപ്പം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് എത്ര കോടി ചിലവാക്കിയെന്ന് അയാൾക്കറിയില്ല. ചോദിക്കുന്നവന്മാരെല്ലാം കോടികൾ എടുത്തു കൊടുത്തു. ഒരുമാതിരിപ്പെട്ടവന്മാരെല്ലാം ആ പൈസയും കൊണ്ട് മുങ്ങി. രാജീവ് ചന്ദ്രശേഖരന് വോട്ട് പിടിക്കാൻ വേണ്ടി ആ പൈസ ചിലവാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. കാരണം ഇങ്ങനെ ഇയാളൊരു പൊട്ടനാണല്ലോ എന്ന് എനിക്ക് തോന്നി. പൈസയ്ക്ക് ഒരു പഞ്ഞവുമില്ല. അതാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഗുണം. ഇവിടെ ഇപ്പോൾ ജനം TV BJP-ക്ക് ഉണ്ട്. നമ്മുടെ സുരേഷ് കുമാർ പ്രിയദർശനൊക്കെയാണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. റിലയൻസിൻ്റെ ചാനലുകൾക്ക് BJP-ക്ക് വേണ്ടിയല്ലാതെ പക്ഷം പിടിക്കാൻ പറ്റില്ലല്ലോ. News 18 എന്നൊക്കെ പറഞ്ഞത് പിന്നെയും ചാനലുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുകയാണ് BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് 1ാം നിരയിൽ തന്നെ നിൽക്കുകയും ഇടതുപക്ഷ വിരോധം വാരി വിതറുകയും ചെയ്തിട്ടും ഇവർക്ക് മതി വരാത്ത സ്ഥിതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ ഒരു വിനുവി ജോൺ എന്ന് പറഞ്ഞ ഒരാളിരുന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ആസ്ഥാന വിദൂഷകന്മാരായ ഒരു 4-5 പേരെയും വിളിച്ചിരുത്തി സന്ധിക്ക് ഒരു ചർച്ചയുണ്ടല്ലോ. എല്ലാ ദിവസവും പിണറായിക്കെതിരെ ചർച്ച. എന്നിട്ട് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിക്കില്ല, എങ്കിലും ചർച്ച. നിലവിൽ 24/7 മലയാളം
തമിഴക കേബിൾ ടി വി കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, അതായത് TCCL ഗ്രൂപ്പിന് കീഴിലുള്ള S+ എന്ന് പറഞ്ഞ S+ മീഡിയയുടേതാണ് ഈ പറയുന്ന 24/7 ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘപരിവാർ അനുകൂല സ്ഥാപനമായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 24/7 മലയാളം ചാനലിൻ്റെ മേജർ ഷെയർ അടുത്ത സമയത്ത് ഏറ്റെടുത്തു. 60% ഓഹരികൾ ഈ പറഞ്ഞ BLMൻ്റെ കൈവശത്തായിരിക്കും ഇനി. S+ മീഡിയയുടെ ഓഹരി വെറും 20% കുറയും. ബാക്കി 20% കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കൈവശവുമാണ്. വേണേൽ ആ 20% കൂടി ഭാരത് ലജ്ന വാങ്ങാൻ സാധ്യതയുണ്ട്. 24/7 മലയാളം ചാനലിൻ്റെ നിലവിലെ ചെയർമാൻ P. ശകിലനാണ്. പകരം BLM ചെയർമാനായ R. പ്രേംകുമാർ ചെയർമാനായി വരും എന്ന് കേൾക്കുന്നു. ചാനൽ പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാകുന്നതോടെ ചാനലിൻ്റെ നയങ്ങളും പ്രവർത്തന രീതികളിലും മാറ്റമുണ്ടാവുക സ്വാഭാവികമാണ്. സ്വാഭാവികമായും സനീഷിൻ്റെയും ഹർഷൻ്റെയും ഒക്കെ നയങ്ങളും നിലപാടുകളുമായി തുടരാൻ കഴിയാതെ വരാം. ലക്ഷ്മി പത്മ നേരത്തെ തന്നെ ബിഗ് TV ചേക്കേറി കഴിഞ്ഞു. ഭീമമായ ഓഫറുകൾ വച്ച് ജനം TVയിലെയോ ന്യൂസ് 18ലെയോ ഒക്കെയുള്ള BJP അനുഭാവം ഉള്ള വാർത്താ വായനക്കാരെ ചിലപ്പോൾ ഇനി 24/7 മലയാളത്തിലേക്ക് കൊണ്ടുവരുമായിരിക്കും. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ തന്നെ 3 ചാനലുണ്ട്. ഇതും കൂടെ ആകുമ്പോൾ 4 ചാനൽ BJPക്ക് മാത്രം സംസാരിക്കുന്ന ചാനലായി മാറും. പലപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്, MT വാസുദേവൻ നായർ ഇപ്പോൾ നിർമ്മാല്യം ചെയ്തിരുന്നുവെങ്കിൽ ഈ നാടിൻ്റെ ഗതി എന്താകുമെന്ന്. സ്വന്തം പൈസയും കുറച്ച് സുഹൃത്തുക്കൾ സഹായിച്ചതും വച്ച് ഒരു വീട് വാടകയ്ക്കെടുത്ത് നിലത്ത് പായ വിരിച്ച് കിടന്നൊക്കെ ആയിരുന്നു നിർമ്മാല്യം ചിത്രീകരിച്ചത്. ഇപ്പോൾ ദേവിയെ തൊഴാൻ വരാറില്ലേ അപ്പൂ എന്ന് പൂജാരി ചോദിക്കുമ്പോൾ ഒരറപ്പും ഇല്ലാതെ പൂജാരിയുടെ മുഖത്ത് നോക്കി അപ്പു പറയുന്നൊരു മറുപടിയുണ്ട്, ഇല്ല, ഒരു ബീഡിയായും ഒരു കപ്പ് ചായയുമായി മാത്രം ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതായത് സുഹൃത്തുക്കളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ബീഡിയും ചായയും കുടിച്ചാണ് ഈ അപ്പു നടക്കുന്നത്. അവരാണ് എൻ്റെ ദൈവം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പുവിൻ്റെ ആ ഒരൊറ്റ ഡയലോഗിൽ കൊടും പട്ടിണിയുടെ ചിത്രം നമുക്ക് മനസ്സിലാക്കാനാവും. നിർമ്മാല്യത്തിലെ ജീവിക്കാനുള്ള വകയില്ലാതെ വീടുകൾ തോറും ഒരു നേരത്തെ കഞ്ഞി ഉണ്ടാക്കാൻ നെല്ലിനായി നടക്കുമ്പോൾ ഒരു വേള ധർമ്മക്കാരനാണെന്ന് പിച്ചക്കാരനാണെന്ന് ധരിച്ച് ആക്ഷേപിക്കുന്നതിൽ അപഹാസ്യനാകുന്ന ദേവിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടിൻ്റെ മുഖം ഓർത്താൽ നമുക്ക് മനസ്സിൽ വേദന തോന്നും. ജീവിതത്തിന് ഒരർത്ഥവും നൽകാത്ത അച്ഛൻ്റെ വാളും ചെലമ്പും പാത്ര വിൽപ്പനക്കാരനെ വിൽക്കാൻ ശ്രമിക്കുന്ന അപ്പു കാണിച്ചു തന്നത് അന്നത്തെ ദുഷിച്ച ചില സമ്പ്രദായങ്ങളുടെ എതിർപ്പായിരുന്നു. ജനറേറ്റർ വരുത്തിയാൽ ഡീസൽ അടിക്കാൻ കാശില്ലാത്തതിനാൽ KSEB ലൈനിൽ നിന്നും താൽക്കാലിക കണക്ഷൻ എടുത്ത് ചിത്രീകരിച്ച സിനിമയാണ് നിർമ്മാല്യം. വോൾട്ടേജ് ക്ഷാമമുള്ള കാലമായിരുന്നു അപ്പോൾ സൂര്യ വെളിച്ചം തീരുമ്പോൾ റിഫ്ലക്ടർ വെച്ച് സൂര്യ വെളിച്ചം വെച്ച് ഒരു 5-6 മണി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തീരുമ്പം ഷൂട്ടിംഗ് ബ്രേക്ക് ഇടും. താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കുളിച്ച് വിശ്രമിച്ച് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് വോൾട്ടേജ് വന്ന ശേഷമായിരുന്നു പിന്നെ ചിത്രീകരണം. ആ ചിത്രീകരണം ചിലപ്പോൾ പുലർച്ചെ 2-3 മണി വരെ നീളുമായിരുന്നു. ഹിറ്റുകളുടെ കഥയിൽ നിർമ്മാല്യത്തിൻ്റെ രസകരമായ നിർമ്മാണ കഥ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അധികം പറയുന്നില്ല അതിനെപ്പറ്റി. ഇവിടെ പറയുന്നത് നിർമ്മാല്യത്തിന് ലഭിച്ച സംസ്ഥാന പുരസ്കാരങ്ങളെപ്പറ്റി മാത്രമാണ്. 1973 മികച്ച ചിത്രം, മികച്ച നടൻ എന്നീ ദേശീയ അവാർഡുകൾ നിർമ്മാല്യം നേടി. സംസ്ഥാന അവാർഡുകളിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടി, മികച്ച തിരക്കഥ, സംഗീത സംവിധായകരായി K. രാഘവനും MB ശ്രീനിവാസനും, കേരളത്തിൽ നിർമ്മിച്ച ഏറ്റവും മികച്ച ഫീച്ചർ ചലച്ചിത്രത്തിനുള്ള അവാർഡ്, ഇത്രയും അവാർഡുകൾ
1973 നിർമ്മാല്യം നേടി. 18 സിനിമകളാണ് ആ വർഷം മത്സരിക്കാനുണ്ടായിരുന്നത്. പി എൻ മേനോൻ്റെ ഗായത്രിയും, എ വിൻസെൻ്റിൻ്റെ ചെണ്ടയും, മാധവിക്കുട്ടിയും, അച്ചാണിയും, ധർമ്മയുദ്ധവും, സ്വപ്നവും, മഴക്കാറും, ഏണിപ്പടികളും ഒക്കെ മത്സരിച്ച ആ 18 ചിത്രങ്ങളിലുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങളായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഗായത്രി ആയിരുന്നു നിർമ്മാല്യത്തിൻ്റെ നേർക്ക് നിറുന്ന മത്സര ചിത്രം. മലയാള നാട് എന്ന് പറഞ്ഞ വാരികയുടെ ഉടമസ്ഥനായ എസ് കെ നായരായിരുന്നു ഗായത്രിയുടെ നിർമ്മാണം. സാംസ്കാരിക രംഗത്ത് സജീവമായ മലയാള നാടിൻ്റെ എസ് കെ നായർക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. പ്രത്യേകിച്ച് മലയാറ്റൂർ രാമകൃഷ്ണനുമായിട്ട് നല്ല അടുപ്പമുള്ള ആളായിരുന്നു. കെ കരുണാകരനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ IAS കാരൻ, ആര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. PRS പിള്ളയാണ് അവാർഡ് ജൂറി ചെയർമാനായത്. MV ദേവൻ, ആർട്ടിസ്റ്റ് MV ദേവൻ, BT ഇന്ദുചൂടൻ, PP ഉമ്മർകോയ, MK ജോസഫ്, ഡോക്ടർ SK നായർ, ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ, തോട്ടം രാജശേഖരൻ, N മോഹനൻ എന്നിവരാണ് ജൂറി അംഗങ്ങളായത്. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന പ്രാദേശിക ജൂറി ചെയർമാനും അന്തിമ അവാർഡ് നിർണയ ജൂറി അംഗവുമായി ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ വന്നതാണ് നിർമ്മാല്യത്തിന് തുണയായത്. ജൂറിയിൽ 9 പേരിൽ 5 പേരും 5 പേരുടെയും പിന്തുണ നേടാനായതിനാലാണ് മികച്ച ചിത്രമായി നിർമ്മാല്യത്തിനെ തിരഞ്ഞെടുത്തത്. ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഇതായനെ, അത് നമ്മുടെ ഗായത്രി ആയനെ. നിർമ്മാല്യത്തിൻ്റെ പ്രമേയത്തിനെതിരെ ജൂറിയിൽ തന്നെ സംസാരിക്കാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഉണ്ട് കേട്ടോ വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ. ജൂറിയിൽ തന്നെ ഈ സബ്ജക്റ്റിന് കൊടുക്കാൻ പാടില്ല, ദേവിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നവന് അവാർഡ് കൊടുക്കരുതെന്നൊക്കെ പറയാൻ ആൾ അന്നേ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തെ ഒഴിവാക്കണം എന്ന് വാദിക്കാൻ പോലും ആളുകളുണ്ടായി. നല്ല ജൂറിയാണ് തിരഞ്ഞെടുത്തത്. ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷവും അന്നത്തെ ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി ആയിരുന്ന കെ കരുണാകരൻ്റെ നിലപാടും കൊണ്ടാണ് നിർമ്മാല്യം അവാർഡ് നേടിയത്. അല്ലെങ്കിൽ സ്വയംവരത്തിന് സംഭവിച്ചതുപോലെ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യ ചിത്രമായ സ്വയംവരത്തിന് സംഭവിച്ചതുപോലെ നിർമ്മാല്യം ഇവിടെ തഴയപ്പെടുകയും ദേശീയ അവാർഡ് നേടുകയും ചെയ്തതിന്. സ്വയംവരം അങ്ങനെ ആയിരുന്നല്ലോ, ഇവിടെ ഒന്നും കിട്ടിയില്ല, അവിടെ പോയി ഉള്ള അവാർഡെല്ലാം വാങ്ങിച്ചില്ലേ. ശങ്കരാടിയെയാണ് വെളിച്ചപ്പാടായി MT നിശ്ചയിച്ചിരുന്നത്. പട്ടിണി കിടക്കുന്ന വെളിച്ചപ്പാടിനെ ഞാൻ അവതരിപ്പിച്ചാൽ നന്നാവില്ല എന്ന ശങ്കരാടിയുടെ കാഴ്ചപ്പാടിലാണ് പിന്നെ ആര് എന്നുള്ള ചിന്ത വരുന്നു. ശങ്കരാടി തന്നെ സജസ്റ്റ് ചെയ്യുന്നു, ആ PJ ആൻ്റണി വിളിച്ച് ചെയ്യും, നന്നായിട്ട് ചെയ്യും. അങ്ങനെയാണ് PJ ആൻ്റണിക്ക് ഭാരത് അവാർഡ് നേടാൻ ആയത്. അടുത്ത കഥ, മെയ് 14 തിയേറ്ററിൽ എത്തുന്ന അതിരടിയിൽ മോശമല്ലാത്ത ഒരു റോള് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സീനുകളും ബേസിൽ ജോസഫുമായിട്ട് ഉള്ള സീനുകളായിരുന്നു. എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു കേട്ടോ, കംഫർട്ടബിൾ സോൺ എന്ന് തന്നെ പറയാം. എന്ത് നല്ല പെരുമാറ്റമാണ് ബേസിലിൻ്റെ. അതിൽ ടൊവിനോ തോമസ് ഉണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്. ഇവരെ ആരെയും പരിചയപ്പെടാനും കഴിഞ്ഞില്ല, അവരെ ആരും ഉള്ള സീനുകളിൽ ഞാനില്ലേം താൻ. സിനിമ ഫൈനൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലെത്ര സീനുകൾ ഉണ്ടാവും, എത്ര തൂങ്ങും എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ കിലുക്കം, പ്രിയദർശൻ്റെ കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ തെക്കുറിശി മാമനും ജഗദീഷും 30ഓളം സീനുകളിൽ അഭിനയിച്ചിട്ട് ഒരു പെട്ടിക്കടയിൽ ജഗദീഷ് കുമാർ നിശ്ചൽ ഒരു പത്രം വാങ്ങിക്കാൻ വരുമ്പോൾ അവിടെ ചായ കുടിച്ചുകൊണ്ട് ബെഞ്ചിലിരിക്കുന്ന ഒരൊറ്റ ഷോട്ടാണ് തെക്കുറിശി മാമൻ്റെയും ജഗദീഷിൻ്റെയും ആ പടത്തിലുള്ളൂ. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു, ലെങ്ത് കൂടിയതുകൊണ്ടാണ്. പലപ്പോഴും ഫൈനൽ എഡിറ്റിങ്ങിൽ നീളക്കൂടുതൽ കാരണം പല സീനുകളും തൂങ്ങാറുണ്ട്. കഥയ്ക്ക് ദോഷം വരാത്ത സീനുകളൊക്കെ അപ്പോഴാണ് തൂക്കണം, പാട്ടുകൾ ഒക്കെ തൂക്കുന്നത്. ഞാനെന്തായാലും ഡബ് ചെയ്തപ്പോൾ എല്ലാ സീനും ഉണ്ടായിരുന്നു. ഇനി പടം വരുമ്പോൾ എത്ര സീനുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കൊരു നല്ല അനുഭവമായിരുന്നു അതിരടിയുടെ സെറ്റ്. തിരുവനന്തപുരത്തുകാരനായ സംവിധായകൻ, തിരുവനന്തപുരത്തുകാരനായ തിരക്കഥാകൃത്ത്, സഹസംവിധായകനും കലാസംവിധായകനും ഒക്കെ തിരുവനന്തപുരത്തുകാരായ സെറ്റായിരുന്നു. ബേസിൽ നിർമ്മിക്കുന്ന സിനിമയാണ്, മൊത്തം യൂത്തിൻ്റെ സിനിമ എന്ന് പറയാം. സർവമായയിൽ അസാമാന്യമായ പ്രകടനം കാഴ്ചവെച്ച തിരുവനന്തപുരത്തുകാരിയായ റിയ ഷിബുവാണ്. ഷിബു എന്ന മിടുക്കിക്കുട്ടിയാണ്. അവളുടെ പ്രകടനം കാണണം കേട്ടോ. ഒരു പേജ് 1.5 പേജൊക്കെ കാണാ പാഠമാണ് പറയുന്നത്.
ഞാൻ ഒരു സെൻറ്റൻസ് പറയാൻ പറ്റാതെ വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് പ്രോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് പ്രോമിറ്റിംഗ് ഒന്നും വേണ്ട, കിടുകിടുകിടുകിടുകിടാന്ന് അങ്ങ് പറഞ്ഞ് തള്ളയാണ്. അപ്പോൾ ഞങ്ങൾ അധ്യാപകർ സ്റ്റേജിലിരിക്കുമ്പോൾ ബേസിലിന് വേണ്ടി ഈ കുട്ടി സംസാരിക്കുന്ന ഒരു സീൻ എടുത്തു. ഞാൻ അതിശയപ്പെട്ടു പോയി. ഒരു തുടക്കക്കാരിയാണെന്ന് തോന്നേയില്ല. ഒന്നൊന്നര പേജൊക്കെ വച്ചലക്കുകയാണ് കാണാപ്പാടം. റിയയും തിരുവനന്തപുരത്തുകാരിയാണല്ലോ. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ആ സെറ്റിൽ കിട്ടിയത്. മാന്യമായ പ്രതിഫലവും അക്കൗണ്ടിലിട്ട് തന്നു. ഉറപ്പാണ് ഈ സിനിമ വലിയ വിജയമായിരിക്കും. ഈ സെറ്റിൽ വെച്ച് 2 സിനിമയ്ക്കായിട്ട് എന്നെ വിളിച്ചു. ഒന്ന് ധൂമകേതു, അതിനിടയുടെ പാർട്ണർ കൂടിയായ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിർ നിർമ്മിക്കുന്ന സിനിമയാണ് ധൂമകേതു. സമീറാണ് ആദ്യം ചോദിച്ചത്, ധൂമകേതുവിൽ ഒരു വേഷമുണ്ട്, ചെയ്യാമോ? പിന്നെന്ത്, ചെയ്യാം എന്ന് ഉറപ്പ് കൊടുത്തു. തിരക്കഥാകാരനും സംവിധായകനും ലൊക്കേഷനിൽ വന്ന് സംസാരിച്ച് പിരിഞ്ഞു. 2 തവണ പറഞ്ഞ ഡേറ്റുകൾ മാറ്റി. പിന്നെ ആരും എന്നെ വിളിച്ചില്ല. ആ വേഷം വേറെ ആർക്കോ വിധിച്ചതാകും. അവരങ്ങ് ചെയ്തു. ഞാൻ ഔട്ടായി. അടുത്ത വേഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഒരു നാൾ ഒരു സംവിധായകൻ എന്നെ വിളിക്കുന്നു. ഞാൻ ഭരതനാട്യം സംവിധാനം ചെയ്ത കൃഷ്ണദാസ് മുരളിയാണ്. ഭരതനാട്യത്തിൻ്റെ 2ാം ഭാഗം മോഹിനിയാട്ടം തുടങ്ങാൻ പോകുന്നു. ഒരു റോൾ ചെയ്യാമോ? എനിക്ക് വലിയ സന്തോഷം തോന്നി. ഭരതനാട്യം എനിക്കിഷ്ടപ്പെട്ട സിനിമയായിരുന്നു. 2024 പരാജയപ്പെട്ട ലിസ്റ്റിൽ പെട്ട സിനിമയാണ് ഭരതനാട്യം. OTTയിൽ വന്നപ്പോൾ ജനം ആ പടം ഏറ്റെടുക്കുകയും ചെയ്തു. നല്ല രസകരമായ പടം. സായിയുടെയൊക്കെ വേഷം മനോഹരമായ വേഷം. പരാജയപ്പെട്ട സിനിമയുടെ 2ാം ഭാഗം എടുത്ത് വിജയിപ്പിച്ച ചരിത്രം ഇവിടെ ഉണ്ട്. ആട് പരാജയപ്പെട്ടിട്ടും ആട് 2 എടുത്ത് വലിയ വിജയമാക്കി. അതിൻ്റെ പിന്നാലെ ആട് 1 ഒന്നുകൂടെ റിലീസ് ചെയ്ത് അതിനെയും നഷ്ടമില്ലാത്ത വകയിൽ എത്തിച്ചു. മോഹിനിയാട്ടത്തിലെ റോള്, ഡേറ്റ് എന്നിവ പറയാമെന്ന് പറഞ്ഞ് കൃഷ്ണദാസ് ഫോൺ വെച്ചു. കോഴിക്ക് മുല വരുന്നതും കാത്തിരിക്കുന്നത് പോലെ ഇപ്പോൾ വിളിക്കും, നാളെ വിളിക്കും, മറ്റന്നാൾ വിളിക്കും എന്ന് കരുതി ഞാനിരുന്നു. പക്ഷേ എന്നെ വിളിച്ചില്ല. പടം തിയേറ്ററിലെത്തിയപ്പോൾ ഈ ഭരതനാട്യം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം, മോഹിനിയാട്ടം കാണാൻ ആദ്യ ദിവസം തന്നെ എൻ്റെ മകൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി. അവൻ കണ്ടിട്ട് വന്ന് പറഞ്ഞു, അച്ഛാ കാണണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു 2 സീറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യും പറഞ്ഞു, എനിക്കും സിന്ധുവിനും. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 3 സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തു, അവനും കൂടി. അപ്പോൾ രസകരമായിരിക്കും സിനിമ എന്ന് ഞാൻ അപ്പോഴാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഇന്നലെ കണ്ടവൻ ഇന്നും കാണാമെന്ന് പറയുന്നെങ്കിൽ കണ്ടിരിക്കാവുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നി. പ്രതീക്ഷ തെറ്റിച്ചില്ല. തിയേറ്ററിൽ നിന്ന് വല്ലാതെ ചിരിച്ചുപോയി. കലാരഞ്ജിനിയൊക്കെ പൂന്തി വിളയാടിയ സിനിമയാണ്. എന്നാലും കൃഷ്ണദാസേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നെന്നും മനസ്സിൽ പറഞ്ഞു പടം കണ്ട് മടങ്ങുമ്പോൾ. ഇതിലേത് വേഷത്തിലാവും സംവിധായകൻ എന്നെ വിളിച്ചത് എന്ന ചർച്ചയിലായിരുന്നു സിന്ധു അച്ചു. അതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഐഡൻറ്റിറ്റി ഉണ്ട് എന്നതാണ് മോഹിനിയാട്ടത്തിൻ്റെ തിരക്കഥയുടെ പ്രത്യേകത. പറയാമെന്ന വസ്തുതയിൽ മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയാമെന്നത് ഇതൊന്നുമല്ല. പടം തുടങ്ങി അല്പം കഴിയുമ്പോൾ കഴുത്തിൽ താക്കോൽക്കൂട്ടം കറുത്ത ചരടിൽ കെട്ടിത്തൂക്കി വരുന്ന ഗോവിന്ദനെ കണ്ടപ്പോൾ തന്നെ ആളൊരു തരികിടയാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. തന്നെ കാണാമെന്ന ഇറച്ചി വെട്ടുകാരൻ ഈപ്പനോടുള്ള മോളെപ്പറ്റി പറയുന്ന ഒറ്റ ഡയലോഗിൽ ഇവൻ 100% തരികിടയാണ് എന്ന് എനിക്ക് ബോധ്യമായി. ചിത്രം കുറച്ചുകൂടി പോയപ്പോൾ സുരാജ് എന്തിനാ ഇത്രയും നെഗറ്റീവ് റോളിൽ വന്നതെന്നായി എൻ്റെ ചിന്ത. അന്ന് നമ്മളെ വെറുപ്പിക്കുന്ന വില്ലനായിട്ട് തോന്നി. കാരണം പാവങ്ങളെയൊക്കെ ഒരു അരി പുച്ഛം പോലെ തള്ളിക്കളയുന്ന ഗോവിന്ദൻ. ഈ ലോകത്ത് എന്ത് നടന്നാലും എനിക്ക് പുല്ലേ മാത്രം എന്ന് വിചാരിക്കുന്ന ഒരുത്തൻ. കുറച്ചുകൂടി കഴിഞ്ഞ് ഗോവിന്ദൻ ചുമരിൽ ചാരി നിലത്തിരിക്കുന്ന ആ നിശ്ചലമായ ഒരു നോട്ടമുണ്ട് ഗോവിന്ദൻ്റെ. സുരാജ് എന്തിനാ ഈ റോൾ ചെയ്തതെന്നറിയാൻ ആ നോട്ടം മാത്രം മതി. ഗോവിന്ദൻ ചവരിച്ചാരി ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന, നിശ്ചലമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു ഷോട്ട് മതി, ആ ഒരു സീക്വൻസ് മതി എന്തുകൊണ്ട് സുരാജ് ഈ സിനിമയിൽ ഗോവിന്ദനാകാമെന്ന് കൈകൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇരിക്കാൻ ഒരു സുരാജിനെ കഴിയൂ. മോഹിനിയാട്ടത്തിൻ്റെ വിജയത്തിൽ സുരാജിൻ്റെ പങ്ക്
വലുതാണ്. മനോഹരമാക്കി ഗോവിന്ദനെ സുരാജ് എന്ന് പറയാം. അഭിനന്ദനം അർഹിക്കുന്നു. ഈ വിജയത്തിൽ ഒരു വലിയ പങ്ക് കലാരഞ്ജനിക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു വലിയ പങ്ക് സുരാജിനുമുണ്ട്. അടുത്ത കഥ അഭിമാനത്തോടെ നമ്മുടെ ഷീനിച്ചേട്ടൻ പറയുമായിരുന്നു, മലയാള സിനിമയ്ക്ക് ഞാൻ നൽകിയ സംഭാവന എന്താണ് എന്ന് ചോദിച്ചാൽ 500 തല്ലിപ്പൊളി സിനിമകളിൽ അഭിനയിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. മലയാള സിനിമയ്ക്ക് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ അതായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ശ്രീനിവാസൻ അഭിനയിച്ചതെല്ലാം മഹത്തരമായ സിനിമയായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അദ്ദേഹം തിരക്കഥ എഴുതിയതെല്ലാം എന്നും ഓർക്കപ്പെടാവുന്ന സിനിമകളായിരുന്നോ എന്നും ചോദിക്കരുത്. അല്ലേ അല്ല. ആദ്യകാലത്തും അവസാന കാലത്തും തല്ലിപ്പൊളി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തല്ലിപ്പൊളി തിരക്കഥകൾ എഴുതിയിട്ടുമുണ്ട്. ഡോക്ടർ സരോജ് കുമാറിനെ കണ്ടപ്പോൾ എണീറ്റ് ഓടാൻ തോന്നിയതാണ് എനിക്ക്. പിന്നെ വൈശാഖനല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട സജിയാണല്ലോ ഇത് ഡയറക്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചാണ് ഞാൻ ആ പടം കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും അദ്ദേഹം പറഞ്ഞ വാചകത്തെ നമ്മൾ വിലമതിക്കണം. ഒരുപാട് സിനിമകൾ ശ്രീനിവാസൻ ഉപേക്ഷിച്ചിട്ടുണ്ട് പല പല കാരണത്താൽ. ഞാൻ ഈ വിഷയം ശ്രീനിച്ചേട്ടനെ അഭിമുഖം നടത്തുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ ഒരുപാട് പണം മുടക്കിയെടുക്കുന്ന എത്രയോ തല്ലിപ്പൊളി സിനിമകളുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ തട്ടുകൂട്ടുന്ന സിനിമകളല്ലേ താങ്കൾ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അതെ എന്നായിരുന്നു ഉത്തരം. അതെ എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ഒരു സിനിമ ചെയ്യുമ്പോൾ നല്ല വേഷമായിരിക്കണം, നല്ല സിനിമ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന സിനിമ ആയിരിക്കണം. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെന്തിനാണ് അതിൽ തലവെക്കണം? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. സൂപ്പർ താര സിനിമയാകുമ്പോൾ മോശമല്ലാത്ത പ്രതിഫലമെങ്കിലും കിട്ടുമല്ലോ, പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് എനിക്കും തോന്നി. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ബാലചന്ദ്രമേനോൻ നേതൃത്വം നൽകുന്ന റോസസ് ക്ലബിലിരുന്ന് അദ്ദേഹം പ്രതിച്ഛായ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായയിൽ വലിയ വേഷം അദ്ദേഹമാണല്ലോ ചെയ്തിരിക്കുന്നത്. പ്രതിച്ഛായയിലെ തൻ്റെ വേഷത്തെപ്പറ്റിയും പ്രതിച്ഛായയുടെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ ഇരുത്തിക്കൊണ്ട് ഒരു നല്ല കാച്ചി കേട്ടോളൂ. ഞാൻ ആ ക്യാരക്ടർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐ വാസ് മോസ്റ്റ് റിലാക്സ്ഡ്. ഏറ്റവും അങ്ങേ അറ്റം എനിക്ക് അദ്ദേഹം ഒരു നല്ല വെള്ള വസ്ത്രം തരുന്നു. ഉമ്മൻചാണ്ടി എന്നുള്ള ആളിൻ്റെ ഒരു രീതിയിലുള്ള സാദൃശ്യവും മനഃപൂർവ്വമായിട്ടുണ്ടാകരുതെന്ന് കരുതിയിട്ട് വിഗിൻ്റെ കാര്യത്തിൽ ഞാൻ അല്പം ശ്രദ്ധിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ വിഗ് ഞാൻ വളരെ ഹാപ്പിയായി. നല്ലപോലെ എണ്ണ തേച്ച് ഒതുക്കി നിർത്തി. അതിന് നേരെ കോൺട്രാസ്റ്റാണ് ഉമ്മൻചാണ്ടി ഉറക്കത്തിൽ വിളിച്ചാലും പള്ളി വെച്ച് കളിച്ചാലും മുടികൾ 4 ഭാഗത്തേക്ക് നിൽക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പടം റിലീസ് കഴിഞ്ഞപ്പോൾ വന്ന ആൾക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ എൻ്റെ ആ പടത്തിൻ്റെ സാന്നിധ്യത്തെ അങ്ങേ അറ്റം എന്താ പറയുക, വള്ളി പുള്ളി വിസർഗം എന്ന് പറയാം. നമുക്ക് ഗംഭീരമായ രീതി പറഞ്ഞ വാക്ക്, ഗംഭീരമെന്ന വാക്ക് ചേർത്തല്ല പറയുന്നില്ല, ഇത് ഞാൻ സ്വയം പൂർത്തി പറയുന്നതല്ല, കേട്ടതാണ്. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തെ ഇത്തരത്തിൽ കാസ്റ്റ് ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി എന്നെ പരുവപ്പെടുത്തി എടുത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതിലും അതിൻ്റെ ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ്റെ ക്രെഡിറ്റ് എന്ന് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ വെച്ച് സമർപ്പിക്കുകയാണ്. കേട്ടല്ലോ, ഉമ്മൻചാണ്ടി എന്ന ആളിൻ്റെ ഒരു രീതിയിലുള്ള സാദൃശ്യവും മനഃപൂർവ്വമായിട്ട് ഉണ്ടാവരുതെന്ന് കരുതി വിഗിൻ്റെ കാര്യത്തിൽ ഞാൻ അല്പം ശ്രദ്ധിച്ചു. ഞാൻ ശ്രദ്ധിക്കും മുമ്പ് എനിക്ക് കിട്ടിയ വിഗിൽ ഞാൻ ഹാപ്പിയായി. നല്ലപോലെ എണ്ണ തേച്ച് ഒതുക്കി നിർത്തിയ വിഗ്, അതിന് നേരെ കോൺട്രാസ്റ്റാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും പള്ളിയിൽ വെച്ച് വിളിച്ചാലും മുടികൾ 4 ഭാഗത്തും നിൽക്കും. പടം റിലീസ് കഴിഞ്ഞ് വിളിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ എൻ്റെ ആ പടത്തിലെ സാന്നിധ്യത്തെ അങ്ങേയറ്റം എന്താ പറയുക, വള്ളി പുള്ളി വിസർഗം വിടാതെ ഗംഭീരമായി പറഞ്ഞ വാക്കാണത്, ഗംഭീരം എന്നാണ്. ഇത് ഞാൻ സ്വയം പുകഴ്ത്തി പറയുന്നതല്ല, കേട്ടതാണ്. അതുകൊണ്ട് ആ കഥാപാത്രത്തെ ഇത്തരത്തിൽ കാസ്റ്റ് ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായി എന്നെ പരുവപ്പെടുത്തിയെടുത്തതിൽ അതിൻ്റെ ഡയറക്ടറായ ഉണ്ണികൃഷ്ണൻ്റെ ക്രെഡിറ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് സമർപ്പിക്കുകയാണ് എന്നൊക്കെയാണ് മേനോൻ പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറയുന്ന എല്ലാം അംഗീകരിക്കാം, പക്ഷെ താങ്കൾ മനോഹരമായി പ്രകടനം ചെയ്താൽ അത് കാണാൻ ആൾ വേണ്ടേ?
സിനിമ തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ടല്ലോ. അതുകൊണ്ടല്ല ഇന്നോ നാളെയോ OTT-ൽ വരെയല്ലേ. അപ്പോൾ പരാജയപ്പെട്ടൊരു പടത്തിൽ താങ്കൾ ഒരു വലിയ വേഷം മനോഹരമായി ഞാൻ ചെയ്തു, അതിനേക്കാളും മനോഹരമായി വിഗ് വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ പൊക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് മേനോൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്. നനഞ്ഞ കോഴി കണക്ക് കയ്യും കെട്ടി ഉണ്ണികൃഷ്ണൻ കേട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ മനസ്സിലെങ്കിലും പറഞ്ഞാണ്, എൻ്റെ പൊന്ന് മേനോൻ സാറേ, മേനോൻ ചേട്ടാ, നിങ്ങളിങ്ങനെ പൊക്കി പൊക്കി വിടാതെ എൻ്റെ ഒരു 8-10 കോടി രൂപ പോയിട്ട് ഞാൻ ഇരിക്കുകയാണെന്നുള്ള രീതിയിലാണ് നനഞ്ഞ കോഴി ഇരിക്കും പോലെ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നു. ഓപ്പറേഷൻ സക്സസ്, പേഷ്യൻ്റ് നോ മോർ എന്ന് പറയും പോലെ പ്രതിച്ഛായയിൽ ബാലചന്ദ്ര മേനൻ്റെ ഗെറ്റപ്പും അഭിനയവും ഗംഭീരം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ സിനിമയിൽ വല്ലതും വേണ്ടേ സാറേ? കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നല്ല കൗശലക്കാരനാണ് ഉമ്മൻചാണ്ടി. കരുണാകരനെ പോലൊരു ചാണക്യനെയും ഭരിക്കാനറിയാത്ത AK ആൻ്റണിയെയും ഈസിയായി കസേര തെറിപ്പിക്കാനും ആ കസേരയിൽ കയറിയിരിക്കാനും കഴിഞ്ഞ തന്ത്രജ്ഞനാണ് ഉമ്മൻചാണ്ടി. അതാരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ചാണ്ടി മുമ്പ് ഇനി തർക്കിക്കുമെന്ന്. കൗശലം പ്രകടിപ്പിക്കാൻ മേനോന് അസാമാന്യമായ പ്രതിഭയുള്ള ആളാണ്. ഇതുപോലൊരു സീൻ എന്തേ ഉണ്ണികൃഷ്ണൻ ചിന്തിച്ചില്ല എന്നാണ് ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇവിടെ ശ്രീനിവാസനെ ഓർമ്മ വരുന്നു വീണ്ടും. സ്വയംവര പന്തലിൽ സിനിമ ചിന്തിച്ച് ഭ്രാന്തായിപ്പോയ ശങ്കർ ബാനു മഞ്ഞ കുടയൊക്കെ പിടിച്ച് അഷ്ടമുടി റിസോർട്ടിൽ താമസിച്ചിട്ട് അഷ്ടമുടി കായലിൽ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു സീനുണ്ട്. അങ്ങ് വെള്ളത്തിൽ വീഴും. ഒരുപാട് വെള്ളം കുടിച്ച ശേഷം നാട്ടുകാർ ശങ്കർ ബാനുവിനെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റും. ബോധം വന്നപ്പോൾ തൻ്റെ മഞ്ഞ കുട എവിടെ എന്നാണ് അദ്ദേഹം ആദ്യം തിരക്കുന്നത്. എനിക്ക് പ്രിയദർശനെ ഔട്ടാക്കണം എന്ന ഡയലോഗും പറയണം. ഈ സീൻ എടുക്കുമ്പോൾ സംവിധായകന് ഒരുമാതിരി നാണം പോലെ, ഹരിസാർ നാണിക്കുന്ന ഒരുമാതിരി. ശേ ആ ഡയലോഗ് വേണ്ട, അത് മറ്റേ റോസ് പൗഡറും അടിച്ച് വിഗും വെച്ച് കണ്ണുരുട്ടി നടക്കുന്ന ഒരു സംവിധായകൻ ഇല്ലേ, അയാളാണെന്ന് ഏറ്റവും ആൾക്ക് മനസ്സിലാവും എന്നായി സംവിധായകൻ. അപ്പോൾ താങ്കൾക്ക് പ്രിയദർശൻ ഔട്ടാക്കുമെന്ന ഡയലോഗ് വായിച്ചപ്പോഴാണോ ഈ ശങ്കർ ബാനു മറ്റേ ഡയറക്ടറെ പോലെ തോന്നുന്നു എന്ന് മനസ്സിലായത് എന്നായി ശ്രീനിവാസൻ. അതുവരെ ശങ്കർ ബാനു മറ്റേ സംവിധായകൻ്റെ ഡിറ്റോ ആണെന്ന് സംവിധായകന് മനസ്സിലായില്ല. ഞാൻ അയാളെ കണ്ട് തന്നെയാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത് എന്നായി ശ്രീനിവാസൻ. എന്നിട്ട് ഇന്നസെൻ്റിനെ നോക്കിയിട്ട് ശ്രീനിവാസൻ ചോദിച്ചു, അല്ല താങ്കൾ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കഥാപാത്രം KSEB ലൈൻമാൻ ആയിരുന്നു, സിനിമ തലയ്ക്ക് പിടിച്ച് ചെമ്പ് കമ്പി എടുത്ത് വിറ്റു, അത് സ്ക്വാഡ് പിടിച്ചു, ജോലി പോയി, പിന്നെ പ്രിയനെ ഒതുക്കാനായി മഞ്ഞക്കൊടയും പിടിച്ച് സിനിമയിൽ വന്ന തങ്കപ്പനാണ് ശങ്കർ ബാനു, അത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് വെച്ച്. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ആക്ഷൻ എന്ന് പറയുന്നതിൽ പോലും ആക്ഷൻ എന്ന് ഞാൻ പറയുന്നത് പോലും ആ മഹാൻ പറയും പോലെ പറയുന്നത് ഹരികുമാറിന് ഇത് മനസ്സിലായില്ലേ ഇതേവരെ എന്ന് ഇന്നസെൻ്റ് ചോദിച്ചു. ഇത് തന്നെയാണ് എനിക്ക് ഉണ്ണികൃഷ്ണനോടും ചോദിക്കാനുള്ളത്. ഒന്നുകിൽ ഉമ്മൻചാണ്ടി ഭക്തനായി തിരക്കഥ രചിക്കണമായിരുന്നു, ഇല്ലേൽ ഉമ്മൻചാണ്ടിയുടെ തനി സ്വരൂപം കാട്ടണമായിരുന്നു. ഇതിപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ എടുക്കാൻ പോയപ്പോൾ ഉമ്മൻചാണ്ടിയുമായില്ല, കരുണാകരനുമായില്ല, ആൻ്റണിയുമാകാതെ പോയി. അത് തന്നെയാണ് പിണറായിയെ മോൾഡ് ചെയ്തപ്പോഴും പറ്റിയത്. പക്ഷേ താങ്കൾക്ക് മനസ്സിലായില്ല, പ്രേക്ഷകർക്ക് മനസ്സിലായി. അതാ പടം വീണത് പുരിഞ്ചിത എന്നാണ് എനിക്ക് മേനോൻ ചേട്ടനോട് ചോദിക്കാനുള്ളത്. അത് നന്നായി. ബാലചന്ദ്ര മേനോനും മനസ്സിലായി. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ നയമെടുത്ത് സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഉണ്ണിയെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കാണും. എന്തായാലും പടം അട്ടർ ഫ്ലോപ്പായി. ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിന് മുന്നിലൂടെയും വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിലൂടെയും പോകുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ അദാനി ചേട്ടൻ എങ്ങനെയാ നാസിക്കിൽ അച്ചടിക്കുന്ന സർക്കാർ നോട്ടിനേക്കാൾ വലിയ മുതലാളിയായത് എന്ന്. 1 ലിറ്റർ പെട്രോളിന് 10 പൈസ കൂട്ടിയാൽ മുകേഷ് അംബാനി മുതലാളി ഒരു ദിവസം എത്ര കോടി നേടും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. യുദ്ധക്കെടുതിയിൽ നട്ടം തിരിഞ്ഞ് ഗ്യാസിന് പോലും തട്ടായ സമയത്ത് നയാര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പുതിയ ഏജൻസികൾ പെട്രോൾ പമ്പുകൾ വന്നിട്ടുണ്ടല്ലോ. നയാരയെന്നോ പുന്നാരയെന്നോ എന്തോ ആണ് പേരുള്ള പ്രൈവറ്റ് സെക്ടറിലെ പെട്രോൾ പമ്പുകളിൽ ലിറ്ററിന്
11 രൂപ വരെ 1 ലിറ്ററിന് കൂട്ടി ഈ യുദ്ധം നടക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ ഗ്യാസിന് തട്ടുള്ള ഈ സമയത്ത്. ഇതൊക്കെ പ്രകൃതിവാതക ജോലിയില്ലാ മന്ത്രി നമ്മുടെ സുരേഷ് ഗോപി അറിയുന്നുണ്ടാകുമോ എന്നാണ് എനിക്ക് സംശയം. അത് പോട്ടെ, ഇങ്ങനെ ജനത്തെ പിഴിഞ്ഞ് 1000 ലക്ഷം കോടിയൊക്കെ ഉണ്ടാക്കുന്ന ഈ മുതലാളിമാർക്ക് ഒരു നേരം, ഒരേ ഒരു നേരം 2 ഊണുണ്ണാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 3 ചപ്പാത്തിയും കുറച്ച് കടലക്കറിക്കും അപ്പുറം രാത്രി കഴിക്കാനാവും? കഴിച്ചാൽ ഉറക്കം വരില്ല. സ്വന്തം ഡോക്ടർ എടുത്തു കൊടുക്കുന്ന വൈറ്റമിൻ, മിനറൽ, പ്രോട്ടീൻ ഗുളികകൾ കഴിച്ച് ഒരു ചപ്പാത്തിക്ക് അപ്പുറം ഈ മുതലാളിമാർക്ക് കഴിക്കാനാവില്ല. നമുക്കോ 4 ദോശയും ഒരു രസവടയും ഒരു സിംഗിൾ ഓംലെറ്റും സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും കൂട്ടി കുശാലായി കഴിക്കാൻ രാത്രി. 4-5 കറിയും 3-4 ഒഴിച്ചു കൂട്ടാനും കൂടി കൂട്ടി നല്ല തമിഴൻ്റെ സിൽക്ക് പോലെ ഇരിക്കുന്ന വാഴയിലയിൽ വയറ് നിറയെ ചോറ് തട്ടി ഉണ്ണാൻ 60 രൂപ മുതൽ 100 രൂപ വരെ കൊടുത്താൽ തിരുവനന്തപുരത്ത് കഴിക്കാൻ എന്തായാലും 4-5 തൊടുകറി, 4 ഒഴിക്കാനുള്ള കറി, നല്ല സിൽക്ക് പോലെ ഇരിക്കുന്ന കൊതിപ്പിക്കുന്ന തമിഴൻ്റെ വാഴയില, നല്ല എന്താ പറയുക, ജയയുടെയൊക്കെ അരി ആയിരിക്കണം, നല്ല മുത്തുമണി പോലെ ഇരിക്കും. അതിന് നമ്മൾ 60 രൂപ മുതൽ 100 രൂപ വരെ കൊടുത്താൽ തിരുവനന്തപുരത്ത് നല്ല ഊണ് കഴിക്കാൻ കിട്ടും. അംബാനി വിഴിഞ്ഞത്ത് വന്നാൽ ചിലപ്പോൾ 1000 രൂപ ചിലവിട്ട് നമ്മുടെ യൂസഫ് അലി ബായിയുടെ ഹയാത്തിൽ ചെന്ന് ബാക്കി രുചിയില്ലാത്ത വല്ല ചുട്ടതും കരിച്ചതും പൊള്ളിച്ചതും കഴിക്കും. അപ്പോൾ ഇവരുടെ 1000 ലക്ഷം കോടി കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറ്. എനിക്ക് വട്ടായതുകൊണ്ടാകണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ജീവിത രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പുറകുവശത്ത് ഒരു പുളിഞ്ചി മരമുണ്ട്. പുളിഞ്ചി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഇരുമ്പം പുളി എന്ന് പറയുന്ന പുളിഞ്ചി മരം. ഈ ചൂടുകാലത്ത് അതിന് കുടിക്കാൻ ഞാൻ കുറച്ച് വെള്ളം ദിവസവും ഓസിട്ട് ഒഴിച്ചു കൊടുക്കും. പാവം അതും കുടിക്കട്ടെ എന്ന്. അതിൻ്റെ നന്ദിയാകണം ഈ വേനൽക്കാലത്ത് നിറയെ പൂത്ത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കിലോ പുളിഞ്ചിക്ക കൊലയായി കാച്ചു കിടക്കുന്നു പുളിഞ്ചിയിൽ. ഞാനത് മുഴുവൻ പറിച്ച് കഴുകും. എന്നിട്ട് 4ആയിട്ട് കീറി കുറേ മുറങ്ങളിൽ വാഴയില വെട്ടിയിട്ട് ഈ പുളിഞ്ചിക്ക മുഴുവൻ നിരത്തി വീടിൻ്റെ മേളിൽ വെയിലത്ത് വയ്ക്കും. അവിടെ ഇരുന്നാണ് ഞാൻ എഴുതുന്നത്. കൂടെ മറിച്ചിട്ട് കൊടുക്കും. 3-4 ദിവസം വെയിൽ കൊള്ളുമ്പോൾ മുറം നിറയെ വെള്ളം നിറയും. അത് ചോർത്തിയിട്ട് മറിച്ചും തിരിച്ചും വിടും. വെള്ളം വറ്റുമ്പോൾ കുറേ ഉപ്പ് പുളിഞ്ചിക്കയുടെ പുറത്ത് വിതറും. ഒരു 2 ആഴ്ച കൊണ്ട് ഈ പുളിഞ്ചിക്ക മുഴുവൻ കരിവാട് പോലെ ഉണങ്ങും. കരിവാടെന്ന് പറഞ്ഞാൽ അറിയാമോ എന്തോ, ഉണക്കമീൻ പോലെ ഉണങ്ങും. ഇതൊരു വലിയ കുപ്പി ഭരണിയിൽ അടച്ചു വച്ചാൽ അടുത്ത സീസണിൽ ഈ പുളിഞ്ചി കായ്ക്കുന്നത് വരെയും നമുക്ക് ഉപയോഗിക്കാനാവും. വെള്ളം തുടരുത് എന്ന് മാത്രം. ആവശ്യത്തിന് കുറച്ചെടുത്ത് അച്ചാറുണ്ടാക്കിയാൽ അത് മാത്രം മതി ചോറുണ്ണാൻ. ഈ രുചികരമായ കറി അംബാനിയോ അദാനിയോ എന്തിന് നമ്മുടെ യൂസഫ് അലി ബായിയോ രവി പിള്ളയോ പോലും കഴിച്ചിട്ടുണ്ടാവാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ സമ്പന്നർ അംബാനിയേക്കാൾ നമ്മളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ ചുമ്മാ പറയുന്നതല്ല ഞാൻ. ജീവിക്കാൻ ഉറപ്പായും കാശ് വേണം. കുറച്ച് കാശ് സമ്പാദിച്ച് വയ്ക്കുന്നതിലും തെറ്റില്ല. എന്നെപ്പോലെ ആവശ്യം വരുമ്പോൾ പരിചിതരോട് കടത്തിന് കൈ നീട്ടണ്ടല്ലോ. അതിലപ്പുറം നിധി കാക്കുന്ന ഭൂതം പോലെ കാൽക്കുലേറ്ററിൽ കൊള്ളാത്തത്ര തുക സമ്പാദിച്ചിട്ട് എന്ത് കാര്യമെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. 18 വയസ്സ് തികഞ്ഞാൽ ചെക്കുകളിൽ ഒപ്പിടാം എന്നതിനാൽ 18 തികയാൻ കാത്തിരുന്ന് ചെമ്മീനെടുത്ത ബാബു സേട്ട് എന്ന കൺമണി ബാബു കൊച്ചി കണ്ട ധനാഢ്യന്മാരിൽ ഒരാളായിരുന്നല്ലോ. സ്വർണ്ണക്കരണ്ടിയിൽ ആഹാരം കഴിച്ച മനുഷ്യൻ. കൊച്ചിയിൽ തനിക്ക് എത്ര വസ്തുക്കളുണ്ട് എന്ന് അറിയാതെ പോയ മനുഷ്യൻ. അവസാന കാലം വാടക മുറിയിൽ കിടന്ന് മരിക്കാനായിരുന്നു കൺമണി ബാബുവിൻ്റെ വിധി നിയോഗം. എത്ര സുഹൃത്തുക്കളും സിനിമാക്കാരും സ്ത്രീകളും ബാബു സേട്ടിൻ്റെ കോടികൾ തിന്നു എന്ന് എന്നോട് ജേസി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് തിന്നിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾ തിന്നിട്ടുണ്ട്.
ചെമ്മീനിനെ പറ്റി പറയുമ്പോൾ രാമു കാര്യാട്ടിനെയും സത്യനെയും മധുവിനെയും ഷീലയെയും സലിം ചൗധരിയെയും പറഞ്ഞിട്ട് കൺമണി ബാബുവാണ് ഈ ചിത്രം നിർമ്മിച്ചത് എന്ന് പറയും. മറവിയുടെ മാറാല കെട്ടി സേട്ടിൻ്റെ പേരിൽ കാട് കയറി ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് എന്തിനെന്നാവും ന്യായമായ സംശയം. ആരോ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അറിയാതെ സത്യം പറയാണ്, എൻ്റെ കണ്ണ് നനഞ്ഞുപോയി. ഒന്നാമത് ഈ മമ്മൂക്ക ശബ്ദത്തിൻ്റെ വേരിയേഷനിൽ സംസാരിക്കുമ്പോഴേ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. ഇപ്പോൾ നെടുമങ്ങാട് അസീസിൻ്റെ ആട്ടോറിക്ഷയിൽ കയറി നമ്പർ 1 എന്ന് പറഞ്ഞ പടത്തിൽ അസീസ് അറിയുന്നില്ല പുറകെ കയറിയിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിറങ്ങി ആട്ടോയിൽ എന്തോ പറഞ്ഞിട്ട് സാറ് വല്ല കുഴപ്പമില്ല കാണിച്ചോ, പോലീസ് ജീപ്പ് പുറകെ ഫോളോ ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അസീസ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എൻ്റെ ആട്ടോയിലിരിക്കുന്നത്. ആ കണ്ണുകൾ തമ്മിൽ ഇടയുന്ന കണ്ട ഇപ്പോഴും ഞാൻ എൻ്റെ ഫോണിൽ ആ സീൻ കാണുകയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. കാരണം മമ്മൂക്കയുടെ ഒരു ഒന്നൊന്നര ചിരിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ്റെ സെക്യൂരിറ്റിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഇയാളുടെ പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് നടന്ന് ഇന്നോവ കാറിലേക്ക് കയറാൻ പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് റോഡൊക്കെ ശരിയാക്കാൻ കേട്ടാ. അപ്പോൾ അസീസ് പറയും, വേണ്ട സാർ, റോഡെല്ലാം ഇങ്ങനെ മതി സാർ, മതിയോ? നേട്ടിട്ട് പുള്ളി കാറിൽ കയറി പോകുന്നു. ആ രംഗം എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എന്താണെന്നുണ്ട്, പിണറായിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നാണ് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ സീൻ കണ്ട എൻ്റെ കണ്ണ് നിറയും. ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഈ മനുഷ്യൻ പറയുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ. മോനെ ആഞ്ചലോ, നിന്റെ പേര് ഇതുവരെ ആരും വിളിച്ച് നീ കേട്ടിട്ടില്ലല്ലോ. ഞാൻ മമ്മൂട്ടിയാണ്, ഞാനാണ് വിളിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മമ്മൂട്ടി, നീ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ മമ്മൂട്ടി? ആ മമ്മൂക്കയാണ് ഞാൻ. ഇപ്പം നിനക്ക് നല്ലോണം കേൾക്കാമല്ലോ. നല്ലോണം പഠിച്ച് അച്ഛനും അമ്മയും ഒക്കെ സ്നേഹിച്ച് എല്ലാവർക്കും വേണ്ടി ഒരു നല്ല കുട്ടിയായി വളരുക കേട്ടോ. സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കണ്ടല്ലോ, ആഞ്ചലോ എന്ന ഒന്നും അറിയാൻ പ്രായമായിട്ടില്ലാത്ത കുഞ്ഞിന് ജന്മനാ കേൾവിയില്ല. അതിനാൽ തന്നെ അവൻ സംസാരിക്കാറുമില്ല. മോനെ ആഞ്ചലോ, നിന്നെ ഇതുവരെ നിന്റെ പേര് വിളിക്കുന്നത് നീ കേട്ടിട്ടില്ലല്ലോ. ആ ചോദ്യം കേട്ട കുഞ്ഞ് ആഞ്ചലയോടെ നിഷ്കളങ്കമായ ചിരി കണ്ടപ്പോൾ സത്യം എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത കാതോട് കാതോരം പദ്ധതിയിൽ, സൗജന്യ കൊക്ലിയർ ഇംപ്ലാന്റ് പദ്ധതിയിൽ, ആദ്യ സർജറിയിലൂടെ കേൾവിയുടെ ലോകത്തേക്ക് എത്തിയ ആദ്യമായി ആഞ്ചലോ കേട്ട ശബ്ദമായിരുന്നു മമ്മൂക്കയുടെ. ചില നേരത്ത് ഈ മനുഷ്യൻ നമ്മൾ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കും. തിരുവനന്തപുരത്ത് നിംസ് മെഡിസിറ്റിയുമായി ചേർന്ന് ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ എത്ര പേർക്കാണ് സ്വന്തം ഹൃദയത്തെ പാച്ച് വർക്ക് ചെയ്തും പാർട്സ് മാറ്റിവെച്ചുമൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായത്. സിനിമാക്കാരായ സുകുമാരി ചേച്ചിയും സുനിൽ ഗുരുവായൂരുമൊക്കെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണല്ലോ സുനിൽ ഗുരുവായൂർ. ഇവരൊക്കെ ഈ പറഞ്ഞ ഹൃദയപൂർവ്വം പദ്ധതിയിൽ സൗജന്യ ബൈപ്പാസ് ചെയ്ത് നിംസ് മെഡിസിറ്റി കിടന്നപ്പോൾ ഞാൻ നിംസിൽ ചെന്ന് കണ്ടിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും. മമ്മൂട്ടിയുടെ ഒരു മൂളൽ മതി, 100% ഫ്രീ ആയിട്ട് ബൈപ്പാസ് അടക്കം നടക്കും. ജനിച്ച ശേഷം ശബ്ദം കേട്ടിട്ടില്ലാത്ത കുട്ടി ശബ്ദം അനുഭവിക്കുമ്പോൾ അവൻ്റെ മനസ്സെത്ര സന്തോഷിക്കുമെന്ന് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചു. ആ പോസിറ്റീവ് മൈൻഡിൻ്റെ പ്രാർത്ഥന മമ്മൂക്ക, നിങ്ങളെ ഒരുപാട് കാലം ആ പ്രാർത്ഥന നിങ്ങളെ ഇവിടെ നിലനിർത്തും. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർ ഇവിടെ വേണം മമ്മൂക്ക. നിങ്ങളെ നമിക്കുന്നു ഞാൻ. എന്തൊക്കെ പോരായ്മകൾ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സ് വായിച്ചറിയണം. വലിയ മനസ്സാണ് നിങ്ങളുടെ. ആഞ്ചലോ എന്ന കുട്ടിയോട് നിങ്ങൾ സംസാരിക്കുന്ന കേട്ടപ്പോൾ സത്യമായിട്ട് എൻ്റെ മനസ്സ് പതറിപ്പോയി മമ്മൂക്ക. നിങ്ങൾക്ക് 1000 നമസ്കാരം നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.